ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ബ്രൈഡൽ ഫേസ് പാക്കാണ്. അപ്പോൾ ഇത് ഉപ്തൻ എന്നൊക്കെ പറയും. നമ്മുടെ പ്രിയങ്ക ചോപ്രയൊക്കെ ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് തൊട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലും അതേപോലെ നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആവും, നല്ല നിറം വർദ്ധിക്കും. അതേപോലെ നമ്മുടെ സ്കിന്നിലെ മുഖക്കുരുവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മുഖക്കുരു നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ മുഖത്ത് വന്നേക്കുന്ന പാടുകളില്ലേ, കറുത്ത പാടുകൾ, അതൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റാൻ പറ്റും. കരിവാളിപ്പുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. സ്കിൻ നല്ല സോഫ്റ്റ് ആകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക്. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഫേസ് പാക്കിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവാണ്. അപ്പോൾ കടലമാവ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിലാണെങ്കിലും നമ്മുടെ ഫുൾ ബോഡി ആണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ കടലമാവ് നമ്മുടെ ഫുൾ ബോഡിക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കടലമാവ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫേസിലും കൈകാലുകളിൽ അപ്ലൈ ചെയ്യാൻ മാത്രമുള്ള അളവിലാണ് എടുത്തേക്കണം. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് നാരങ്ങാനീരാണ്. അപ്പോൾ നാരങ്ങാനീര് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾ പൊടിയാണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒരു നുള്ള് മതി, ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം തന്നെ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു. അതിനുശേഷം ഒരു ടീസ്പൂണോളം നാരങ്ങാനീരിട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് പാലാണ്. അപ്പോൾ പാല് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും നോർമൽ സ്കിന്നുകാരാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടും നമുക്ക് നല്ല നിറം വർദ്ധിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പാല്. അപ്പോൾ നമുക്ക് ഒന്നാമത് പാല് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് മാറ്റിയിട്ട് നമുക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നത് പാലാണ്. അപ്പോൾ പാല് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണ്ടതനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബ്രൈഡൽസിന്, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഒരു മാസം തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ബ്രൈഡൽ ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് കളർ കിട്ടാനാണെങ്കിൽ സ്കിൻ നല്ല സോഫ്റ്റ് ആകാൻ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ പ്രിയങ്ക ചോപ്രയുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്തൻ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മുടെ ഫേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്. പ്രത്യേകിച്ച് മുഖക്കുരുവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് ഫേസ് വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മുമ്പ്, അതായത് കല്യാണത്തിന് ഒരു മാസം മുമ്പ് തൊട്ട് നിങ്ങളിത് ട്രൈ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ആ കല്യാണ ദിവസം മനസ്സിലാവുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് മതിയാകും. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. സാധാരണ വെള്ളം ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളിതിൽ മഞ്ഞൾ ഇട്ടിട്ടില്ലേ, മഞ്ഞൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മഞ്ഞൾ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ കാരണം അറിയോ, പലർക്കുള്ളൊരു സംശയമാണ് മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് രോമങ്ങൾ, ഇപ്പം മീശ താടി അങ്ങനെയൊക്കെ ഇല്ല, അതുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ളൊരു പേടി. അത് എത്രത്തോളം സത്യമാണ്
ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മഞ്ഞൾ ഉപയോഗം കൊണ്ട് പ്രശ്നമില്ലാത്ത ബോയ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പകരം നിങ്ങൾക്ക് ഇതേ ഒരു ടെൻഷൻ ഉണ്ട്, ഇത് മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ താടിയും മീശയൊക്കെ കൊഴിഞ്ഞു പോകുമോ, ഉള്ളതും കൂടി ഇല്ലാണ്ടാവുക, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണ്ട. അപ്പോൾ മഞ്ഞൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കടലമാവൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ഏത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് ഞാനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാനെൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ കളറ് ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.